ഇപ്പം നമ്മൾ മാർക്കറ്റ് നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ സെല്ലിംഗ് ആണ് വന്നേക്കുന്നത്. ബിറ്റ് കോയിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള ആൾട്ട് കോയിൻ, ബിറ്റ് കോയിൻ പിന്നെ ഒരു 1% 2% ഒന്ന് ഡംപായാൽ ആൾട്ട് കോയിൻ 10, 20, 30% ഒക്കെ ഡംപാവും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ആൾട്ട് കോയിൻ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പമ്പായി വന്നതാണ്. അപ്പോൾ ഈ ഒരു വാറൻ്റ് ഇഷ്യൂ, അതുകൊണ്ട് തന്നെ നേരത്തെ കോവിഡിൻ്റെ ഇഷ്യൂ വന്നപ്പോഴൊക്കെ ഇതുകൊണ്ട് കറക്ഷൻ വന്നു. അപ്പോൾ മാർക്കറ്റ് ഇത്രയ്ക്കൊക്കെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വാറ് കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ ഒന്നാമത് ഈ ഒരു മാസം ഒക്ടോബർ എന്ന മാസം നല്ല രീതിയിലൊരു ബുള്ളിഷായിട്ടുള്ളൊരു മാസമാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നിടത്താണ് പല ആൾട്ട് കോയിനും ഇപ്പം നല്ല രീതിയിൽ ബുള്ള് പോവും, എല്ലാം ബുള്ളി പോകുമെന്ന് വെച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ ഒരു വാറൻ്റ് ഇഷ്യൂ. അതിന് ഇത്രമാത്രം നെഗറ്റീവ് അടിച്ച് എല്ലാവരും സെല്ലാക്കേണ്ടതോ ഒന്നും കാര്യമൊന്നുമില്ല. ഈ ഒരു മാർക്കറ്റിംഗ് എന്തിനു സെല്ലാക്കുന്നതെന്ന് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പം നല്ല രീതിയിൽ തന്നെ ക്രാഷ് ആവുന്നുണ്ട്. ഈ ഒരു ക്രാഷ് നിങ്ങൾ പേടിക്കണമെന്ന് വെച്ചാൽ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നല്ലൊരു ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. ഇനിയിപ്പോൾ ഫ്യൂച്ചർ ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ ലിവറേജ് കുറച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, നല്ല ലിവറേജ് കുറയ്ക്കുക, 5x താഴെയും കുറയ്ക്കുക ലിവറേജ്. ഓക്കെ, അങ്ങനെയൊക്കെ എടുക്കാം. ഇപ്പോൾ മാർക്കറ്റിലെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു വാറൻ്റ് ഇഷ്യൂ മാത്രമാണ്. പക്ഷേ അതിൽ ഇത്രയ്ക്ക് പാനിക്കാവേണ്ട കാര്യമില്ല. ആളുകൾ എന്തിന് പാനിക്കാവുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഒരു മാർക്കറ്റ് തിരിച്ച് കയറേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ ഒരു മാസം എന്ന് വെച്ചാൽ നല്ലൊരു ബുള്ളിഷായിട്ടുള്ളൊരു മാസമാണ്. പക്ഷേ നിങ്ങളൊന്നും പേടിക്കേണ്ട. സ്പോട്ടിലൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരിക്കലും മിസ് ചെയ്യേണ്ട. ഓക്കെ, ഇനിയിപ്പോൾ ചിലപ്പം വീണ്ടും ഒരു 58Kയിലോട്ട് എത്തിയാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ആൾട്ട് കോയിനൊക്കെ ബൈ ചെയ്യാം. നല്ല നല്ല ആൾട്ട് കോയിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആരും പാനിക്കാവരുത്. ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറും. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ബുള്ള് തന്നെ വരും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.